ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വെച്ചിട്ടൊരു ചോറാണ്. അതായത് പരിപ്പ് റൈസ്, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 ഗ്ലാസ് പൊന്നിയരിയാണ്. 1 ഗ്ലാസ് പൊന്നിയരിക്ക് 1/2 ഗ്ലാസ് തോരൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ചെറിയ ഉള്ളി ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊരു 8-10. പിന്നെ പുതിന ഇല കുറച്ച്, പിന്നെ പച്ചമുളക് ഗ്രീൻ ചില്ലി ഒരു 3-4 കീറി വെക്കണം. പിന്നെ ഡ്രൈ ചില്ലി ഉണക്കമുളക് എടുത്തു വെച്ചിട്ടുണ്ട് 2 എണ്ണം. തക്കാളി ഒരു വലുത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇഞ്ചി ജിഞ്ചർ ചതച്ച് വെച്ചിട്ടുണ്ട്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഗാർലിക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വറുത്ത് പൊടിക്കാനുള്ള ഒരു 3 ഐറ്റംസ് ഉണ്ട്. അതായത് ജീരകം, സാധാരണ ജീരകം, പിന്നെ പെരിഞ്ജീരകം, പിന്നെ കുരുമുളക് ഒരു 6-7 എടുത്താൽ മതി. ഇത് 3ഉം നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് വെക്കേണ്ടതാണ്. അതാണ് ഈ സെപ്പറേറ്റ് വെച്ചേക്കണേ. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ അരിയും പരിപ്പും കൂടെ നല്ലോണം കഴുകി ഒരു 10 മിനിറ്റ് കുതിരാനായിട്ട് വെക്കാം. നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ ഇപ്പം അരിയും പരിപ്പും നല്ലോണം കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് സോക്ക് ചെയ്യാൻ വെക്കാം. കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് വെക്കാം. 10-15 മിനിറ്റ് വെക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ 3 ഐറ്റം വറുത്ത് പൊടിക്കാനുണ്ട്. ജീരകം, പെരുംജീരകം, കുരുമുളക്. അത് വറുത്തിട്ട് നമുക്ക് പൊടിച്ചു വയ്ക്കാം. നമ്മൾ ജീരകം, പെരുംജീരകം, കുരുമുളക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചു വയ്ക്കാം. ക്രഷ് ചെയ്ത് വെച്ചാലും മതി. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാനുണ്ട്, ഉപ്പ് ചേർക്കാനുണ്ട്, കായംപൊടി ചേർക്കാനുണ്ട്. അത് സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സവാള ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പറയാം. നമുക്കിനി ഓരോന്നായിട്ട് വഴറ്റിയെടുക്കാണ്ട്. ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, അതിനകത്തേക്ക് ജീരകം ഇടുക. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യുക. അത് നല്ലോണം വഴറ്റി കൊടുക്കുക. ഒരുവിധം ഫ്രൈ ആവണം. ഇനി അതിന് ശേഷം നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് സാധനങ്ങൾ നമുക്ക് വഴറ്റാനുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ. അതിൽ ജീരകം ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഉള്ളി, പച്ചമുളക് ആഡ് ചെയ്യാം. എടുത്ത് വെച്ചിരുന്ന ഉള്ളി, കറിവേപ്പില ഫ്രൈ ചെയ്യാം. എടുത്ത് വെച്ചിരുന്ന ഉണക്കമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, പുതിന ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം ഫ്രൈ ആവുന്നവരെ ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യും. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ജീരകം ആഡ് ചെയ്തു, ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതിട്ടിട്ടുണ്ട്. പിന്നെ പുതിന ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, തക്കാളി. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നത്. ഇനി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകം, പെരുംജീരകം, കുരുമുളക് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഇട്ടിട്ട് നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിലേക്ക് ആഡ് ചെയ്യുന്ന പൊടികൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത്, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോറിന് വേണ്ട ഉപ്പ് എല്ലാം ഇത് നോക്കിയിട്ട് ആഡ് ചെയ്യാം. നല്ലോണം നമുക്ക് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ്സ് ആയി. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി
ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 3 ഗ്ലാസ്, ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ 3 ഗ്ലാസ്സോ 3.5 ഗ്ലാസ്സോ വെള്ളം നമ്മൾ ഒഴിക്കണം. എന്നിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. കുക്കറിലാണെങ്കിൽ 3 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കിത് വെന്ത് കിട്ടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മുടെ പരിപ്പ് ചോറ്, അതായത് ഡാൽ റൈസ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി. നല്ല ഫ്രാഗ്രൻസ് ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസൊക്കെ അയയ്ക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ്സ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.